സ്വർഗാരോപണ തിരുനാള് ആഘോഷിക്കുകയാണ് നമ്മൾ. ഇന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ നന്മകളെ പ്രകീർത്തിക്കാൻ നമ്മുടെ മനസ്സുകൾ ആവേശം കൊള്ളുന്ന സുദിനങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിന് മാറ്റുകൂട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കിരീട സമർപ്പണ ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പും പ്രതിഷ്ഠയും. പരിശുദ്ധ പള്ളിപ്പുറത്ത് അമ്മയുടെ സന്നിധിയിൽ അനേകം യാചനകളുമായി വരുന്ന വ്യക്തികൾ, ഭക്തർ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് കിരീട നേർച്ച നടത്താറുണ്ട്. ഈ കിരീട നേർച്ച നടത്തുന്നത് വഴിയായി പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനവും വണക്കവും പ്രകടിപ്പിച്ചുകൊണ്ട് അമ്മയെ പ്രസാദിപ്പിക്കുന്ന ഈ പുണ്യകർമ്മം അനേകരുടെ ജീവിതത്തിന് വലിയ ആശ്വാസവും പ്രത്യാശയും ജീവിതത്തിൽ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയും ചെയ്തതായി നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. ആയതിനാൽ പരിശുദ്ധ അമ്മ തന്നെ ചിലപ്പോൾ തോന്നിപ്പിച്ചതാകാം പലരിലൂടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിലനിൽക്കുന്ന ഒരു കിരീട സമർപ്പണ ഗ്രോട്ടോയുടെ സാന്നിധ്യം അത് ഉത്തമമായിരിക്കും എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം മെയ് 31 അതിന് തറക്കല്ലിട്ടു. ഇന്ന് അതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം, പ്രതിഷ്ഠാകർമ്മം നമ്മൾ നടത്തുന്നു. തിരുനാൾ ഓഗസ്റ്റ് 22 നമ്മൾ 8-ാം മഠത്തിന്റെ അന്ന് തിരുനാളായിട്ട് ആഘോഷിക്കുക. അന്നാണല്ലോ സ്വർലോകരാജ്ഞിയുടെ തിരുനാൾ. പരിശുദ്ധ അമ്മയെ കിരീടം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഹിമയുടെ 5-ാം രഹസ്യം നമ്മൾ ചൊല്ലുന്നത്. വത്തിക്കാൻ കൗൺസിലിന്റെ ലൂമൻ ജൻസിയും ജനതകളുടെ പ്രകാശം എന്ന പ്രമാണ രേഖയില് സുവിദിതമായി പറയുന്ന കാര്യമാണ് മറിയം അമലോത്ഭവയായി ജനിച്ചുവെന്നും ഈശോയുടെ അമ്മയായ മറിയം ആത്മ ശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടുവെന്നും തന്റെ തിരുസുതനാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടുമെന്നും എടുത്തു പറയുന്നുണ്ട്. ഇപ്രകാരം ആധികാരികമായിട്ട് വിശ്വാസത്തിന്റെ ഒരു പൊരുൾ നമ്മുടെ മുമ്പില് 2-ാം വത്തിക്കാൻ കൗൺസില് തുറന്നു വയ്ക്കുമ്പോൾ അതിന്റെ ചരിത്രം നമുക്കറിയാം. ആദിമ സഭയിൽ തന്നെ യോഹന്നാൻ ശ്ലീഹ തന്റെ വെളിപാടിന്റെ പുസ്തകത്തിലൂടെ സൂചിപ്പിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് വലിയ വാത്സല്യവും ബഹുമാനവും സ്നേഹവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവൾക്ക് ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗമാണ് നമ്മുടെ പ്രസിദ്ധയായ സിബി ജോസഫ് പതിയാമൂല ഇന്ന് വായിച്ചത്. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രതിപാദ്യ ഭാഗമാണ് നമ്മളത് ശ്രവിച്ചത്. ക്രിസ്തുവർഷം 431 എഫേസുസ് കൗൺസിലിന് ശേഷമാണ് പരിശുദ്ധ അമ്മയോടുള്ള കിരീടം സമർപ്പിച്ചുകൊണ്ടുള്ള ചിന്തകളും പഠനങ്ങളും നടക്കുന്നത്. മാതാവിന്റെ കിരീടം ധരിപ്പിക്കപ്പെട്ടു, മാതാവിനെ കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു വലിയ ചിന്ത ആ കാലം മുതൽ എല്ലാ പെയിന്റിങ്ങുകളിലും ആർട്ടുകളിലും രൂപങ്ങളിലും കാണാൻ തുടങ്ങി. 16-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കുമാണ് പാശ്ചാത്യ നാടുകളില് ഇപ്രകാരമുള്ള പെയിന്റിങ്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. എന്നാൽ 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ഫ്രാൻസില് ക്ലൂണി എന്ന ബെനഡിക്റ്റൈൻ ആശ്രമത്തില് സാൽവേ റെജീന എന്ന പാട്ട്, അതായത് ഇന്ന് നമ്മൾ ചൊല്ലുന്ന പരിശുദ്ധ രാജ്ഞിയുടെ തിരുനാൾ പ്രാർത്ഥന ഗീതം ആരംഭിക്കാൻ തുടങ്ങി. ഇന്ന് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ തിരുനാൾ കൂടിയാണ്.
വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഈ പ്രാർത്ഥനയെ പരിശുദ്ധ രാജ്ഞി എന്നുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രചാരം നൽകിയ വിശുദ്ധനാണ്. സ്വർലോകരാജ്ഞിയായി പരിശുദ്ധ അമ്മ മുടിചൂടിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ വിശ്വാസത്യമായി കാണുന്നത് 1954 പിയൂസ് 12 മാർപ്പാപ്പയാണ് അപ്രകാരം പ്രഖ്യാപിച്ചത്. അന്ന് മെയ് 31 സ്വർലോകരാജ്ഞിയുടെ തിരുനാളായിട്ട് പ്രഖ്യാപിച്ചത്. മെയ് മാസം പ്രത്യേകിച്ച് മാതാവിനോടുള്ള വണക്കമാസം, അതിന്റെ സമാപനത്തില് പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. അതിനുശേഷം പോൾ 6 മാർപ്പാപ്പയാണ് 1969 ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 22 തിരുനാൾ ആഘോഷിക്കുന്ന കാര്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 22 ഇപ്പോൾ നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത്. അതിന് ദൈവശാസ്ത്രപരമായ വീക്ഷണം പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണം 15 ഓഗസ്റ്റ് 15 ആഘോഷിക്കുമ്പോൾ അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് പരിശുദ്ധ മാതാവ് സ്വർഗത്തില് വെച്ച് തന്റെ തിരുസുതനാൽ കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. അത് വിശ്വാസത്യമായി തീരുക. ഇപ്പൊ പരിശുദ്ധ അമ്മയെ പ്രത്യേകം വണങ്ങുന്ന ഒരു സുദിനമാണ്. നമ്മൾ പള്ളിപ്പുറത്തിന്റെ വലിയ ഒരു പ്രത്യേകതയാണ് കിരീട നേർച്ച. അതിന്റെ മഹത്തായ ഒരു ആവിഷ്കാരമായിട്ടാണ് നമ്മൾ ഈ കിരീട ധാരണ ഗ്രോട്ടോയും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തില് നമുക്കറിയാം, മംഗളവാർത്ത കാലത്തിൽ തന്നെ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ദൈവദൂതൻ പറയുകയാണ്, നിന്റെ പുത്രൻ ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും രാജാവായി വാഴും എന്നുള്ളത്. ഇസ്രായേലിന്റെ പാരമ്പര്യമനുസരിച്ച് രാജാവിന്റെ അമ്മ രാജ്ഞിയാണ്, രാജഭഗ്നിയാണ്, രാജമാതാവാണ്. ആ മാതൃത്വം സ്വർഗീയ മാതൃത്വം പിന്നീട് അതിന്റെ പൂർണ്ണതയിലാണ് സ്വർഗാരോപണത്തിന് ശേഷം സ്വർഗത്തിൽ മുടിചൂടിപ്പിക്കപ്പെട്ട് നിറവേറ്റപ്പെടുക. ആ ഒരു പുണ്യകാര്യത്തെ നമ്മൾ ഇന്ന് സവിസ്തരം ഓർമ്മിക്കുന്നു. പരിശുദ്ധാമ്മയെ നമ്മുടെ മുമ്പില് നിറവോടെ സാന്നിധ്യമായി നിലകൊള്ളുന്നു. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്ന് അമ്മ സംപ്രീതയാകട്ടെ, നമ്മുടെ നിയോഗങ്ങൾ സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഏറ്റവും അവസാനം ലഭിക്കേണ്ട ഒന്നാണ് ദൈവം നമ്മളിൽ അവിടുത്തെ മഹത്വം പ്രകാശിപ്പിക്കുകയും അവിടുന്ന് നമ്മളെ മുടിചൂടിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ സ്വർഗോന്മുഖമായ ജീവിതയാത്രയാണ് നമുക്കുള്ളത്. ആയതിനാൽ നമുക്കറിയാം, മാമോദീസയുടെ അവസരത്തില് കുഞ്ഞിനെ ശിരസിൽ മുടി ധരിപ്പിക്കാറുണ്ട്. അത് സ്ഥൈലേപനത്തിലും ആദ്യ കുർബാന സ്വീകരണത്തിലും പിന്നീട് വിവാഹത്തിന്റെ അവസരത്തിലും ഈ മുടി ചൂടിപ്പിക്കുന്ന കർമ്മമുണ്ട്. മരണ സമയത്ത് വൈദികൻ അവസാനമായി യാത്രയാക്കുന്ന സമയത്ത് കിരീടം ധരിപ്പിക്കാറുണ്ട്. സ്വർഗത്തിൽ നിനക്ക് നിത്യമായ കിരീടം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണത്. അപ്പോൾ ഇത് നമ്മളെ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നതും ഇന്ന് നമ്മളെ ചിന്തകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവഹിതത്തിന് വിധേയമായാൽ, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ തിരുമനസ്സിന് നമ്മെ തന്നെ സമർപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ പുത്രി എന്ന് പറയുന്ന നല്ല മനോഭാവത്തോടെ സൽകൃത്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ നമുക്കും ലഭിക്കുന്നത് ഈ കിരീടമാണ്, സ്വർഗ കിരീടമാണ്. അതിനുള്ള യാത്രയിലാണല്ലോ നമ്മൾ ഓരോരുത്തരും. നമ്മൾ യാത്രക്കാരാണ്, സ്വർഗത്തിലേക്കുള്ള യാത്രക്കാരാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ ഈ കിരീട ധാരണ തിരുനാളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആകയാൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രസാദത്തിന്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം യാചിച്ചുകൊണ്ട്, മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് കീഴിൽ നമ്മെ ഓരോരുത്തരെയും മക്കളായി സമർപ്പിക്കാം. വാത്സല്യത്തോടെ അമ്മ നമ്മളെ കാണുകയും കേൾക്കുകയും നമ്മുടെ മനസ്സിന്റെ തുടിപ്പുകൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അമ്മ നമ്മെ ആശ്വസിപ്പിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, പ്രതീക്ഷ നൽകട്ടെ, ജീവിതത്തിന് വിജയമുണ്ടാകട്ടെ. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ തിരുനാൾ ഏറ്റവും മനോഹരമായി തീരാൻ, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനുഭവമുള്ള ദൈവാനുഭവത്തിന്റെ നിറവുണ്ടാകാൻ നമുക്ക്
ദാഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും നൊവേനയിലും ആരാധനയിലും പങ്കെടുക്കാം. നമുക്ക് പരിശുദ്ധമ്മ തീർച്ചയായും നമ്മെ ഓരോരുത്തരെയും സഹായിക്കും, നമ്മുടെ അപേക്ഷകൾ സ്വീകരിക്കും. തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രതിസന്ധിക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതോടനുബന്ധിച്ച് നമ്മുടെ ഗ്രോട്ടോയുടെ നിർമ്മാണത്തിന് അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ വ്യക്തികൾക്കും, സഹകരിച്ച എല്ലാവർക്കും, സാമ്പത്തികമായും അല്ലാതെയും മറ്റെല്ലാ വിധത്തിലും സഹകരിച്ച എല്ലാവരെയും പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് സമൂഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്യാം.